3 ദിവസത്തേക്കുള്ള മരുന്ന് എഴുതിയിട്ടുണ്ട്. വീണ്ടും വേദന വരികയാണെങ്കിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ശരി ഡോക്ടർ. ഓക്കെ. ഇതെന്താ പറ്റിയത്? ഒരു കാറ് തട്ടിയിട്ട് പോയതാ. വണ്ടി നിർത്തി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മര്യാദ പോലും അവര് കാണിച്ചില്ല. എന്താ ഡോക്ടർ? ആഴത്തിലുള്ള മുറികളിലാണ്. ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ഡ്രസ് ചെയ്യിച്ചോളൂ. ശരി ഡോക്ടർ. ആകുന്നുവെന്നറിഞ്ഞിട്ടും നിന്നെയോർത്തു മറന്നിട്ടും മായാത്തൊരൻ മനസ്സിൽ. ആകുന്നുവെന്നറിഞ്ഞിട്ടും നിന്നെയോർത്തു മറന്നിട്ടും മായാത്തൊരൻ മനസ്സിൽ. മറക്കുവാനാവാതെ മരിക്കുവാനാകാതെ തേങ്ങിക്കരഞ്ഞു ഞാൻ എൻ മനസ്സിൽ. തേങ്ങിക്കരഞ്ഞു ഞാൻ എൻ മനസ്സിൽ. മഞ്ഞുകണം പോൽ മാഞ്ഞുവോ നീയെന്ന് എന്റെ മോഹത്തിൻ കല്ലറയിൽ. മഞ്ഞുകണം പോൽ മാഞ്ഞുവോ നീയെന്ന് എന്റെ മോഹത്തിൻ കല്ലറയിൽ. ചിതലരിച്ചെന്റെ സ്വപ്നങ്ങളൊക്കെയും മായാതെ എൻ മുന്നിൽ വന്നു നിൽപ്പൂ. ചിതലരിച്ചെന്റെ സ്വപ്നങ്ങളൊക്കെയും മായാതെ എൻ മുന്നിൽ വന്നു നിൽപ്പൂ. മറക്കുവാനാവാതെ മരിക്കുവാനാകാതെ തേങ്ങിക്കരഞ്ഞു ഞാൻ എൻ മനസ്സിൽ. തേങ്ങിക്കരഞ്ഞു ഞാൻ എൻ മനസ്സിൽ. ആരൊക്കെയായിരുന്നു വീട്ടിൽ വന്നത്? അവര് കല്യാണാലോചിക്കാൻ വേണ്ടി വന്നവരാ. ചെക്കൻ നേവിയില്. അടുത്ത മാസം മോതിരം മാറലാണ്. അരുണേട്ടന് നല്ല സൗന്ദര്യമൊക്കെ ഉള്ളതല്ലേ. എന്നേക്കാൾ നല്ലൊരു സുന്ദരിക്കുട്ടിയെ വിവാഹം ചെയ്യണം. അരുണേട്ടൻ ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്. എന്നെ മറക്കും. അച്ചു, മധു
മധുരിക്കുമോർമതൻ മായിക സന്ധ്യകൾ മാനസവീണയിൽ മറഞ്ഞു നിന്നു. മധുരിക്കുമോർമതൻ മായിക സന്ധ്യകൾ മാനസവീണയിൽ മറഞ്ഞു നിന്നു. മധുമാസരാവിൻ്റെ പാസ്മരഗീതികൾ മനതാരിലെന്നോ മരിച്ചു വീണോ. മധുമാസരാവിൻ്റെ മാസ്മരഗീതികൾ മനതാരിലെന്നോ മരിച്ചു വീണു. മറക്കുവാനാവാതെ മരിക്കുവാനാകാതെ തേങ്ങിക്കരഞ്ഞു ഞാൻ എൻ മനസ്സിൽ. തേങ്ങിക്കരഞ്ഞു ഞാൻ എൻ മനസ്സിൽ. ആകുന്നുവെന്നറിഞ്ഞിട്ടും നിന്നെയോർത്തു മറന്നിട്ടും മായാത്തൊരൻ മനസ്സിൽ. ആകുന്നുവെന്നറിഞ്ഞിട്ടും നിന്നെയോർത്തു മറന്നിട്ടും മായാത്തൊരൻ മനസ്സിൽ. മറക്കുവാനാവാതെ മരിക്കുവാനാകാതെ തേങ്ങിക്കരഞ്ഞു ഞാൻ എൻ മനസ്സിൽ. തേങ്ങിക്കരഞ്ഞു ഞാൻ എൻ മനസ്സിൽ. ഞാൻ ഡോക്ടർ അരുൺകുമാർ. അറിയാം സാർ. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇപ്പോഴും എങ്ങനെയുണ്ട്? അത് ഇവന്റെ ഭാര്യയില്ല സാർ, ഇവിടെ അടുത്തുള്ള ശരണാലയത്തിലെ MD ആണ്. അവരുടെ ജീവിതം വലിയൊരു കഥയാണ്. അതെന്താണ്? അവർക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നു. സ്നേഹിച്ച ചെക്കനെ അവർ മനസ്സില്ലാ മനസ്സോടെ ഉപേക്ഷിച്ചു. പക്ഷേ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഈ പ്രണയകഥ ചെറുക്കനും വീട്ടുവരാറുണ്ട്. ആ കല്യാണം മുടങ്ങി. അതിലൊന്നും അവർക്ക് വിഷമമുണ്ടായില്ല. പക്ഷേ വിഷമിച്ചത് കല്യാണം ഉറപ്പിച്ചതറിഞ്ഞ്. സ്നേഹിച്ച അയാളും അമ്മയും വീടും നാടും വിട്ട് എങ്ങോട്ടോ പോയി എന്നറിഞ്ഞു. എന്തു ചെയ്യാനാ? ഇന്ന് അവർ അയാളെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് കഴിയുന്നു. കല്യാണം മുടങ്ങിയ ദിവസം അവരുടെ അച്ഛൻ അറ്റാക്ക് സംഭവിച്ചു. പിന്നീട് അവിടെയുള്ള വീട് വിറ്റു അമ്മയും കൂട്ടി ഇവിടെ അടുത്തൊരു വീട് വാങ്ങിച്ചു. അവിടെ ആരോരുമില്ലാത്ത അമ്മമാരെ പരിചരിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ അവരുടെ അമ്മയും. ഇവിടുത്തെ വാർഡ് മെമ്പറും ഞങ്ങൾ നാട്ടുകാരും കൂടി ചേർന്ന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. പാവം, അവർ നല്ല മനസ്സുള്ള സ്ത്രീയാണ്. അവരുടെ ജീവിതം ഇങ്ങനെ തീരുമെന്നാ തോന്നുന്നത്. ഇല്ല, അങ്ങനെ തീരില്ല. ഡോക്ടർ, എനിക്ക് ആ വീടൊന്ന് കാണിച്ചു തരാം. അതിനെന്താ സാർ? പ്ലീസ് കം. നാളെ പണിക്കാരനെ പറഞ്ഞു, അതൊന്ന് പറഞ്ഞ് ശരിയാക്കും. വരൂ സാർ. സാർ, ഇവരൊക്കെയാണ് ഇവിടുത്തെ അമ്മമാർ. ആ മെമ്പറോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അമ്മമാരെ കണ്ട് വിശേഷം അറിയുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു സന്തോഷം കിട്ടുള്ളൂ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ വാർഡ് മെമ്പർ ബാലൻ മാഷ്. മാഷേ, ഇത് ഡോക്ടർ നമസ്കാരം.
എന്നെ ഓർമ്മയുണ്ടോ? എന്നോട് ക്ഷമിക്കണം. ഒരുപാട് വേദനിപ്പിച്ചതിന്. മനഃപൂർവ്വമല്ല, സാഹചര്യം കൊണ്ടാ. ഒന്നും പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. ഞാനിപ്പോ തനിച്ചാണ്. പോരുന്നു എന്റെ കൂടെ പുതിയൊരു ജീവിതത്തിലേക്ക്. ഇനി നമുക്കൊരുമിച്ച് ഈ അമ്മമാർക്കൊരു കൂട്ടാവാം.